പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പൊന്നുപിതാവിന് മഹത്വം, യേശു കർത്താവിന് മഹത്വം. മഹത്വമുള്ള ആ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേൾക്കുന്ന വചനങ്ങൾ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ചില പാഠങ്ങൾ പഠിക്കുവാനും കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളായിത്തീരുവാനും തക്കവണ്ണം ഇടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് റോമാലേഖനം 12-ാം അധ്യായം 16-ാമത്തെ വാക്യം. റോമൻസ് ചാപ്റ്റർ 12:16. തന്നിൽ ഐകമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുവീൻ. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്. പ്രൈസ് ഗോഡ്. എളിയവരോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് വലിയ കൃപ ആവശ്യമുള്ളൊരു സംഗതിയാണ്, അല്ലേ? എപ്പോഴും ബുദ്ധിമുട്ടുള്ള സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് കാരണമായി തീരാറുണ്ട്. ശരിയല്ലേ? ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഈ ജാപ്പനീസിൻ്റെ ഇടയിൽ ഈ ക്രൈസിസ് എന്നുള്ള വാക്ക് ആക്ച്വലി അവരതിനർത്ഥം കൊടുത്തിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി എന്നാണ്. ക്രൈസിസ് എന്തുവാ? ഓപ്പർച്യൂണിറ്റിയാണ്. നാം ഒരു ബുദ്ധിമുട്ടിൻ്റെ ക്രൈസിസിൻ്റെ മധ്യത്തിലാകുമ്പോൾ, അല്ലെങ്കിൽ നാം ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുമ്പോൾ, അപ്പോഴാണ് നമുക്ക് ശരിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ ലോയലാണോ, നമ്മൾ റിയലാണോ, ആരൊക്കെ ഫ്രണ്ട്സ് നമ്മോട് ചേർന്ന് നിൽപ്പുണ്ട് എന്നൊക്കെ നമുക്കപ്പോൾ മനസ്സിലാകത്തുള്ളൂ. യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ സമയം നമുക്കറിയാം. എല്ലാവരും അവനെ ഉപേക്ഷിച്ചു. പത്രോസും ഡിനേ ചെയ്തു. എന്തൊരു ബുദ്ധിമുട്ടുള്ളൊരു സമയമായിരിക്കുന്നു അതല്ലേ? പ്രൈസ് ഗോഡ്. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 49-ാമത്തെ വാക്യം, 55-ാമത്തെ വാക്യം. 49-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അവൻ്റെ പരിചയക്കാർ എല്ലാവരും ഗലീലയിൽ നിന്ന് അവനെ അനുഗമിച്ച സ്ത്രീകളും ഇത് നോക്കിക്കൊണ്ട് ദൂരത്ത് നിന്നു. 55-ാമത്തെ വാക്യം: ഗലീലയിൽ നിന്ന് അവനോടുകൂടെ പോന്ന സ്ത്രീകളും പിന്നാലെ ചെന്ന കല്ലറയും അവൻ്റെ ശരീരം വെച്ച വിധവും കണ്ടിട്ട് മടങ്ങിപ്പോയി. യേശു കർത്താവിൻ്റെ ആ ഇരുണ്ട മണിക്കൂറുകളിൽ ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ സപ്പോർട്ട് ഗ്രൂപ്പ് സ്ത്രീകളായിരുന്നു. അവർ ഗലീല മുതൽ യേശുവിനെ ഫോളോ ചെയ്ത് പിൻഗമിച്ച് വന്നവരാണ്. അവരാ സ്ഥലം നോക്കി എന്തൊക്കെ അവിടെ സംഭവിച്ചു എന്നെല്ലാം ദൂരവേ മാറി നിന്ന് നോക്കി കണ്ടു. നമ്മൾ ക്രിസ്ത്യൻസ്, നമ്മളും ഒരു കൂട്ടം ആൾക്കാരാണ്. നമ്മളെങ്ങനെയാണ്? വി ആർ വില്ലിങ് ടു റിജോയ്സ് വിത്ത് ദോസ് ഹു റിജോയ്സ്. കരയുന്നവരോടുകൂടെ കരയാനും ചിരിക്കുന്നവരോട് ചിരിക്കാനും ഒക്കെ ഒരുക്കമുള്ളവരാണ് നമ്മളും, അല്ലേ? പക്ഷെങ്കിൽ ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുകിട്ടാൻ പാടാം. ഈ ദിവസങ്ങളിൽ ചിലരെങ്കിലും ചോദിക്കുന്നില്ലേ, കർത്താവേ, ഏതാ എൻ്റെ സപ്പോർട്ട് ഗ്രൂപ്പ്? എനിക്ക് സഹായം വേണം. യേശു കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നീ വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, എൻ്റെ ഈ ബുദ്ധിമുട്ടിൻ്റെയും മനപ്രയാസത്തിൻ്റെയൊക്കെ സമയത്തിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നീ ആരെയാണ് കർത്താവെ വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ചിലരെങ്കിലും ചോദിക്കുന്നുണ്ട്. നമുക്കൊരു താഴ്മ വേണം കേട്ടോ. അതാണ് ആദ്യം വായിച്ചത്. പറയണം, കർത്താവെ എനിക്ക് സഹായം വേണം, കർത്താവെ എനിക്ക് ബുദ്ധി വേണം. എൻ്റെ സഹോദര, നീ എന്നെ ഒന്ന് ഗൈഡ് ചെയ്യാമോ? സഹോദരി, നീ എനിക്ക് ഇതൊന്ന് ശരിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? പാസ്റ്ററെ, നിൻ്റെ ഗൈഡൻസ് എനിക്ക് വേണം.
നിൻ്റെ പ്രാർത്ഥന എനിക്ക് വേണം. ഇങ്ങനെയൊക്കെ പറയാനായിട്ടുള്ള താഴ്മ നമുക്കുണ്ടോ? വിശ്വാസം, പ്രത്യാശ, സ്നേഹം, അതെല്ലാം വലിയ നങ്കൂരമാണ്. സഫറിങ്സും അനിശ്ചിതത്വങ്ങളൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ ഒഴുകിപ്പോകാതെ, തകർന്നു പോകാതെ, തലകുത്തി മറിഞ്ഞു പോകാതെ നങ്കൂരമിട്ട് നേരെ തന്നെ ഒന്ന് നിൽക്കാൻ വേണ്ടി നമ്മെ സഹായിക്കുന്ന നങ്കൂര വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അല്ലേ? ഞാനങ്ങനെ വിശ്വസിക്കുന്നു. യേശുവിന് ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ ആ കറുത്ത മൊമെൻറ്റിൽ, അതായത് ഡെത്ത് ഓഫ് ജീസസ്, ആ സമയത്ത് അവർ വേദനയോടെ എല്ലാം കണ്ടു നിന്ന് സഹിച്ചു. എന്നാൽ എ കപ്പിൾ ഓഫ് ഡേയ്സ് ആഫ്റ്റർ എന്ത് ചെയ്തു? അവർ ആ കല്ലറയ്ക്കൽ പോയി നോക്കി. അപ്പോൾ അവർക്ക് മനസ്സിലായി യേശു അവിടെ ഇല്ല. ആ കല്ലറ ശൂന്യമായ, എംറ്റിയാണ്. യേശു ഉയർത്തെഴുന്നേറ്റ് പോയി. അവരൊരുമിച്ച് കരഞ്ഞു. അവരൊരുമിച്ച് പിന്നീട് സന്തോഷിക്കാനും ഇടയായി. പ്രിയപ്പെട്ടവരോട് ഞാനൊരു കാര്യം പറയട്ടെ. പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നത്, നമുക്ക് മുമ്പായി കടന്നുപോയ അനേക വിശുദ്ധന്മാരുടെ ജീവിതം നോക്കുമ്പോൾ നമുക്കതിൽ നിന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നത്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യവും നമ്മുടെ ഗുണത്തിനായിട്ടാണ്. നാം ടെംപ്റ്റേഷൻസും ഡിഫിക്കൽട്ടീസും ട്രയൽസും സ്ട്രഗിൾസും ഒക്കെ ഫേസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഉറപ്പ് വേണം. റോമാലേഖനം 8:28 പറയുന്ന പോലെ, സകലതും എനിക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. അങ്ങനെ വ്യാപരിപ്പിക്കുന്നൊരു ദൈവമുണ്ടെന്നേ. പ്രൈസ് ഗോഡ്. ഏറ്റവും ഡീപ്പായിട്ട് കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വലിയ ദുഷ്ടത പോലും, അതായത് നമുക്കിപ്പോൾ യേശു കർത്താവിൻ്റെ മരണത്തെ അങ്ങനെ പറയാം. കാരണം ദൈവം സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു, അല്ലേ? അതിനെപ്പോലും ഏറ്റവും വലിയ നന്മയായിട്ട്, എന്തുവാ? സാൽവേഷൻ ഓഫ് ഹ്യൂമൻ കൈൻഡ്, മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ്റെ രക്ഷയ്ക്കായിട്ടാക്കി തീർത്തു. നമ്മുടെ ക്രൈസിസിനെ ദൈവം ഓപ്പർച്യൂണിറ്റിയാക്കി മാറ്റിയില്ലേ? അതുകൊണ്ട് യേശു കർത്താവിൻ്റെ ക്രൂശിനെ നാം വിശ്വസിക്കുക. നമ്മുടെ ഹൃദയത്തെ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക. കർത്താവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആവശ്യമാകുന്ന രൂപാന്തരങ്ങൾ തരട്ടെ. നമ്മുടെ ഹൃദയം കല്ലായി പോകരുത് കേട്ടോ. നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവിനോട് പറയണം, കർത്താവേ, നിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറണം. പലപ്പോഴും നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ ഹിതം പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ പറ്റാതെ പോകും. അങ്ങനെ ഒരിക്കലും വരാതെ വണ്ണം അത്ഭുതവാനായ ദൈവം, അത്ഭുത മന്ത്രി, ശാശ്വത രാജാവ്, നിത്യപിതാവ്, സമാധാന പ്രഭു, അവനുമായി ഒരു വലിയ ഇൻറ്റിമസിയിലേക്ക് വരുവാൻ തീർച്ചയായിട്ടും ദൈവത്തിലെ ഞാൻ പറയട്ടെ, ഈ ട്രയൽസിൻ്റെയൊക്കെ മധ്യത്തിലാകുമ്പോഴാണ് നമുക്ക് ആ വലിയ അടുപ്പം കർത്താവിനോട് ഫീൽ ചെയ്യുന്നത്. ഒന്നുകൂടെ അവനോട് ചേർന്നിരിക്കുക. നീ എന്തിൽ കൂടെയാണ് കടന്നു പോകുന്നതെന്ന് അവന് നല്ലവണ്ണം അറിയാം. അവനതിൽ നിന്നെ പുറത്തു കൊണ്ടുവരും. അവൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിനക്ക് തരും. ആ പരിശുദ്ധാത്മാവ് നിന്നെ നല്ല വഴിയിൽ നടത്തും. അങ്ങനെ ആ പരിശുദ്ധാത്മാ ശക്തി നീ കടന്നു പോകുന്ന കൊടുങ്കാറ്റിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരും. അങ്ങനെ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കുമാറ് ദൈവസ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കിക്കൊണ്ട് യേശു കർത്താവിൽ പൂർണ്ണമായി ചാരിക്കൊണ്ട് ഒരു ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ക്രൂശിൻ്റെ ചോട്ടിൽ കർത്താവെ ഞങ്ങൾക്ക് ജയമുണ്ട്. യഹോവ നിസ്സിയായി ജയക്കൊടിയായി ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ വെളിപ്പെട്ട് നിൽക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.